എല്ലാവർക്കും നന്മസ്ഥലങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് വീട്ടിലിരുന്നപ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്, പുറത്ത് നല്ല ചൂടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരെയും കൊണ്ടൊന്ന് ഇവിടെ പാർക്കിൽ നിന്ന് വന്നേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഈ TV കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും ഭേദമല്ലേ. അപ്പോൾ പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പിങ്ക് കളറുള്ള പൂക്കൾ ഭയങ്കര രസമല്ലേ കാണാൻ. ഉണ്ടോ ചെടി കേട്ടോ, എന്ത് ഭംഗിയാ നോക്കണേ. നല്ല മുല്ല നിൽക്കുന്ന പോലെ നാട്ടിലത്തെ. ഐസ്ക്രീം മേടിക്കാം നമുക്ക്. നല്ല പൂക്കളല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. എനിക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുപോലെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ പിള്ളേരാണ്ട് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ പാർക്കിലൊക്കെ വരാൻ വേണ്ടി. സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, സാധാരണ ഇവിടെ വരുമ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളതാണേ. പക്ഷെ ഇന്നില്ല കേട്ടോ, വന്നിട്ടില്ല. ഇതുണ്ടോ, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കൊമ്പയിൽ എന്ത് ഭംഗിയല്ലേ, ചെറിയ നല്ല പൂക്കളൊക്കെ ആയിട്ട്, നല്ല വെള്ളപ്പൂക്കള്, നല്ല ഭംഗിയല്ലേ ഇത്. ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ പേത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് കാണാം. ഇതുണ്ടോ, ഇവിടെ കുറേ പേത്തകളുണ്ട്, എല്ലാം കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെ ഇവിടെയെല്ലാം മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്നതാണ്. ഇവിടെ നല്ല എന്നാ പറയണ്ട, ഒരു പാർക്കിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞ് നല്ല ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള ഇതാട്ടോ. അവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം, ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പിള്ളേരെ കൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഈ TV കണ്ടും ഒക്കെ വെറുതെ സമയം കളയുന്ന. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഇവരിങ്ങനെ കുഴി കുത്തുകയും മണ്ണിലിങ്ങനെ എന്നാ പറയണ്ട, കോല് നമ്മൾ ചെറുപ്പത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ മണ്ണിൽ കോല് കുത്തിക്കൊണ്ട് കുഴി കുത്തുകയും കാര്യങ്ങളൊക്കെ ഈ പിള്ളേർ ചെയ്തോളും കേട്ടോ. അപ്പോൾ ഇവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ എനിക്കൊരു സമയം പോക്കാണ്. ഇങ്ങനെ പിള്ളേരെ കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ് എയർ അല്ലേ, വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടും ഭേദമല്ലേ. അപ്പം ഇതാണ്ട് ഇതുങ്ങൾ കുറേ എണ്ണം, ഈ പേത്തകൾ കുറേ എണ്ണം പുറത്തുകൂടെ നടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണം പറന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന ഞാൻ കണ്ടേ. നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെ. എൻ്റെ സ്റ്റീവൻ സാറിനും പണ്ട് നാട്ടിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇവർ വിറക് ശേഖരിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ ഭയങ്കര തിരക്കിലാണ്. ഇതാണ്ട് ഇവിടെ കുറേ വിറകൊക്കെ ശേഖരിച്ച് ഇനിയിപ്പോൾ കഞ്ഞി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലേ. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേർ കാട്ടിക്കൂടെയൊക്കെ നടന്ന് വിറകെല്ലാം പറക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിടും കേട്ടോ. ഒന്നും ചെയ്യാനൊന്നുമല്ല, വെറുതെ ഇങ്ങനെ കൊണ്ടിടും, അവർക്കൊരു സന്തോഷം. ഇത് വലിയ പേത്തകൾ കേട്ടോ, വലിയ 2 എണ്ണം. ബാക്കിയെല്ലാം ചെറുതുങ്ങളാണ്. ഇതുങ്ങളിങ്ങനെ ആൾക്കാർ ഇല്ലാത്ത സമയത്ത് ഇതുങ്ങൾ പുറത്തോട്ടിറങ്ങി വെയിൽ കായാൻ വരും കേട്ടോ. ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇതുങ്ങൾ ഓടിയകത്ത് കയറും. പാർക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ വലിയ വാനുണ്ടായിരിക്കുന്നതാണ്, ഉള്ളതാണ്. പക്ഷേ ഇന്നിപ്പം അതില്ല. അത് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇവിടെ വന്നു കേട്ടോ. പക്ഷെ അതില്ല, അതിപ്പം വൈകുന്നേരം വരുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചു. മിനിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിച്ചാണ്. അപ്പോൾ ഇന്നും കഴിക്കാം എന്നുള്ള വിചാരത്തിൽ വന്നു. പക്ഷെ അതില്ല അവിടെ, അത് വൈകുന്നേരത്തേക്ക് വരുള്ളൂ വാന്. പാർക്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒരു മൂടലൊക്കെ വന്നു തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തണുപ്പ് തുടങ്ങി കേട്ടോ. നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല, ഇതിട്ടുണ്ട്, തണുപ്പിൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിലും നമുക്ക് വെയിലങ്ങ് പോയി. പിന്നെ ഇച്ചിരി തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ 1.5-2 മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ.
നോക്കിയാൽ നല്ല പലതരത്തിലുള്ള പല കളറിലുള്ള പൂക്കളാണ് കേട്ടോ. പക്ഷേ ഈ പൂക്കൾക്കൊന്നും മണയില്ല, അത് വേറൊരു സത്യം. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.